ഇന്നത്തെ കാലത്ത് നമ്മൾ പല ഭാഷകളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. അതുപോലെ സ്റ്റുഡൻസിന് മാത്രമല്ല, ഇന്ന് ജോലി സാധ്യതകളുള്ള പല ഭാഷകളും ഉണ്ട്. അപ്പോൾ അറബി ഭാഷയ്ക്ക് ഇനി വരുന്ന കാലഘട്ടത്തിലും അതുപോലെ ഇന്നുള്ള കാലഘട്ടത്തിലും എന്തൊക്കെ പ്രത്യേകത സാധ്യതകളുണ്ട്? ജോലി സാധ്യതയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് ഈ പെട്രോ ഡോളറുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അല്ലാതെയും തന്നെയും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് അല്ലാത്ത മറ്റിതര രാജ്യങ്ങളും അറബി ഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അതിനെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് UN അറബിക്കിനെ ഇൻ്റർനാഷണൽ ഭാഷയായിട്ട് ലാംഗ്വേജായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ UN മറ്റിതര മേഖലകളിലാവട്ടെ എല്ലായിടത്തും അറബിക്കൊരു പ്രാധാന്യം നൽകി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അറബിയേതര രാജ്യങ്ങളിലും, അറബ് രാജ്യങ്ങളിൽ എന്തായാലും ഉണ്ട്, അറബിയേതര രാജ്യങ്ങളിലും അറബിക്ക് പഠിച്ച ആളുകളെ സംബന്ധിച്ച് സാധ്യതകൾ ഒരുപാടുണ്ട്. ഇതിനെ സംബന്ധിച്ച് നമ്മളുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി കൂടിയായിരുന്ന TP ശ്രീനിവാസൻ വളരെ മനോഹരമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ വാണിജ്യ താല്പര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പൂർവ്വകാലങ്ങളിൽ അറബികൾ എങ്ങനെയാണോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അറബി ഭാഷയെ പ്രചരിപ്പിക്കുകയും ചെയ്തത്, അതുപോലുള്ളൊരു സാധ്യത ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ അറബിയെ സ്വീകരിക്കാൻ ഉള്ള മനസ്സുമായിട്ടാണ് നിലനിൽക്കുന്നത് എന്നൊരു വസ്തുതയാണ്. മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് പഴയതിലും കൂടുതൽ, ഇപ്പോൾ പെട്രോളിൻ്റെ അപ്പുറത്ത് അവർ വ്യാപാര രംഗത്ത്, വാണിജ്യ രംഗത്ത് വലിയ പുരോഗതിയാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദുബായ് പോലുള്ള രാജ്യങ്ങൾ, മറ്റൊരുപാട് രാജ്യങ്ങൾ ആ അർത്ഥത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബി ഭാഷയുടെ പ്രാധാന്യം കൂടുകയല്ലാതെ കുറയുന്ന ഒരു സാഹചര്യമില്ല. Helping millions achieve their dream in the GCC.